സിനിമ മനുഷ്യരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള പല ഉദാഹരണങ്ങൾ കാണാം. തലസ്ഥാനത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പല ദേശങ്ങളിൽ നിന്ന് പ്രായം മറന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നവർ, നല്ല സിനിമകൾ കണ്ട് ഹൃദയം നിറഞ്ഞ് മടങ്ങുന്നവർ, അങ്ങനെ ഒരാളിലേക്കാണ് ഇനി പോകുന്നത്. ടാഗോർ തിയേറ്ററിൽ കൊറിയൻ ചിത്രം നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ്. അവിടെ നിന്ന് കണ്ണിലുടക്കിയതാണ് കുഞ്ഞുകുഞ്ഞുവിനെ. വീൽചെയറിൽ സിനിമ കാണാനെത്തിയ 89 വയസ്സുകാരൻ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ചലച്ചിത്രമേളയിലെത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഇഷ്ടപ്പെട്ട സിനിമയും കഥാപാത്രവുമെല്ലാം അയാൾ ഓർത്തെടുക്കുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ നിന്നായിരുന്നു ടാഗോർ തിയേറ്ററിലേക്കുള്ള യാത്രയും. അച്ഛന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ? കൂട്ടത്തിൽ മകൾ ഗീതയെക്കുറിച്ചും പറയാതെ വയ്യ. പിതാവിന്റെ വാർദ്ധക്യകാലം ഇരുട്ടിലാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. മകൾ 15 വർഷം മുൻപ് തുടങ്ങിയ ശീലമാണ് പിന്നീട് അച്ഛനും പിന്തുടർന്നത് എന്നതും കൗതുകം. ഞാൻ ഓർത്ത് അച്ഛന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛനതൊരു പുതിയ ലോകമാണ്, പുതിയ ആൾക്കാർ, ഭയങ്കര ഒരു യങ് വൈബ്രൻറ്റ് ക്രൗഡ്. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ ഹിം. അച്ഛൻ എന്നെക്കാട്ടിലും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഷെഡ്യൂൾ നോക്കുമ്പം രാവിലെ അച്ഛൻ എന്നോട് ചോദിക്കും ഇന്ന് ഞാൻ ഏതൊക്കെയാണ് സിനിമ കണ്ടെന്ന്. അച്ഛന് ഞാൻ നോട്ട്ബുക്കിൽ അത് നോട്ട് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും 2 ഡയറക്ഷനിൽ പോകും. എന്നിട്ട് ഞാൻ ടാഗോറിൽ നിന്ന് എവിടെ നിന്നൊക്കെ സിനിമ കണ്ടിട്ട് ഞാൻ 10:45 വരും. അപ്പോഴും അച്ഛനെ കാണില്ല. അച്ഛനപ്പോഴേ നിളയെന്ന് 11:45 പഴയ മലയാളം ക്ലാസിക്സ് ഒക്കെ കണ്ടിട്ട് സുഖമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരും. ഒടുവിൽ പ്രായത്തിന്റെ അവശതയില്ലാതെ അടുത്ത പടത്തിനായുള്ള കാത്തിരിപ്പ്. വീണ്ടും വരുമെന്ന് പറഞ്ഞ് മടക്കം. കിടപ്പിലാകുന്നതുവരെ ഈ പതിവ് മുടക്കില്ലെന്ന് കുഞ്ഞുകുഞ്ഞു പറയുന്നു. സിനിമയെന്ന ഒറ്റ വികാരം, അതിനേക്കാൾ കഥകളുള്ള മനുഷ്യർ, മനോഹരമെന്നല്ലാതെ മറ്റെന്തു പറയും? ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.